ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിലിമി മാനിയ. ഇന്ന് നമ്മൾ ലെജൻസിൻ്റെ 17ാമത്തെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. ആരെങ്കിലും നമ്മുടെ ചാനലിൽ പുതിയതായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് 2 സിയ ഉണ്ടെന്നറിഞ്ഞ CK ആണ്. അതുകൊണ്ട് തന്നെ അവൾ സിയെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിയ അവളുടെ റൂമിൻ്റെ പുറത്തുമ്പോൾ ഇത് ഡ്യൂപ്ലിക്കേറ്റ് സിയ എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. നമുക്ക് ഈ കാര്യം എന്തായാലും മാസ്റ്ററിനെ അറിയിച്ചാലോ എന്ന് അവിടെ ഉള്ളവർ ചോദിക്കുമ്പോൾ വേണ്ട, അതിനുള്ള നേരമായില്ല, ഇവളെ നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാമെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ ചേർന്ന് വളഞ്ഞിട്ട് അവളെ പിടിച്ചിട്ട് അവളെ കൂട്ടിക്കൊണ്ടുപോയി നേരെ ലൂവിൻ്റെ അടുത്തിരുന്നു. അവൾ നേരെ വാള് വീശുമ്പോൾ നീ വലിയ ബുദ്ധിശാലി കളിക്കാൻ നിൽക്കേണ്ട, മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നോന്നും പറഞ്ഞ് സിയെയും CKയും എല്ലാവരുമായിട്ട് ഇമോൻഷിയുടെ അടുത്ത് വരുന്നു. ഇമോൻഷി കണ്ട പടവരെയാണ്. ആദ്യം തന്നെ നീ മാപ്പ് പറയായി, 2 പേരുടെ വേഷം കെട്ടി നടക്കുന്നതിന്. മാപ്പോ ഞാൻ പറയത്തില്ല, കാരണം ഞാൻ ഇരട്ട വേഷം കളിച്ചിട്ടില്ല. ഞാൻ ശരിക്കും സിയ എന്ന് പറയുമ്പോൾ സിയോ ഞങ്ങൾക്കറിയാവുന്ന ക്യുൻലോയ്ക്ക് ആകെ ഒരു സിയേ ഉള്ളൂ, എങ്ങനെയാണ് പിന്നെ ഇവിടെ 2 സിയ വന്നതെന്ന് ചോദിക്കുമ്പോൾ അത് നിനക്ക് എത്രയ്ക്ക് സംശയമാണ്, നീ പോയി എൻ്റെ അച്ഛനോട് ചോദിക്കേ. ഓഹോ, നീ വലിയ പാവമൊന്നും കളിക്കാൻ വരേണ്ട, കാരണം നീ കാരണമാണ് ഇപ്പം മാസ്റ്ററിന് വലിയ മുറിവുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നിന്നെ അതിൻ്റെ കാരണത്താൽ എനിക്ക് നിന്നെ അടച്ചു വെക്കാൻ കഴിയും. നീ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. എന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ലീസന് മാത്രമേ അധികാരമുള്ളൂ. അപ്പോഴേക്കും ഗോഡ് ഓഫ് ഡീമൻ അവിടെ വന്നിട്ട് നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മാസ്റ്റർ ഇവൾ ഇരട്ട വേഷം കളിച്ച് നമ്മളെ പറ്റിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് അതൊക്കെ അറിയാമായിരുന്നു അവൻ പറയുന്നു. അവൾക്ക് പകരം നിങ്ങൾ എന്നെ ശിക്ഷിച്ചോ, കാരണം ഞാനാണ് അവളുടെ മാസ്റ്റർ, അവൾ ചെയ്യുന്ന തെറ്റിന് ഞാനാണ് ഉത്തരവാദി. മാസ്റ്റർ നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട, ഞാൻ തന്നെ എൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കോളാം എന്ന് പറയുമ്പോൾ അത് സമ്മതിക്കാതെ അവൻ മുന്നോട്ട് വരുന്നു. പകരം ഇമോൻഷി അവനെ 3 അടി അടിക്കാൻ വന്നു. ആദ്യത്തെ അടി അടിച്ചു, 2ാമത്തെ അടി അടിക്കുമ്പോൾ നമ്മുടെ ലീസൻ്റെ വായിൽ നിന്ന് ചോര തുപ്പുന്നുണ്ട്. അവനെ ആകെ ടയേർഡാണല്ലോ. ഇമോൻഷി ശരിക്കും അവനെ കൊല്ലാനാണല്ലോ വന്നത്. അതുകൊണ്ട് 3ാമത്തെ അടി ആഞ്ഞടിക്കാൻ വരുമ്പോഴത്തേക്കും ആ ഡീമൻ വാളിന് അത് മനസ്സിലാക്കി അവനെ അതിൽ നിന്നും രക്ഷിക്കുന്നു. ഇതോടെ എല്ലാവർക്കും മനസ്സിലായി ഇമോൻഷി അവനെ കൊല്ലാൻ വന്നതാണെന്ന്. അങ്ങനെ അവൻ്റെ ഉള്ളിലെ ആ ദുഷ്ടശക്തിയിൽ അത് പുറത്തു വരുന്നു. ലീസൺ അപ്പോൾ പറയുന്നുണ്ട് ആരും എൻ്റെ അടുത്ത് വരേണ്ട, എല്ലാവരും മാറി നിന്നോളാൻ. ലീസൺ നീ 3ാമത്തെ അടി വാങ്ങിച്ചില്ല, ആ ഡീമൻ വാളുള്ളതുകൊണ്ട് നീ രക്ഷപ്പെട്ടത്. ആ 3ാമത്തെ അടി അടിക്കാതെ ഞാൻ പോത്തില്ലെന്ന് പറയുമ്പോൾ നീ ഇപ്പോൾ പോ, എനിക്ക് പറ്റില്ല, നീ പോന്ന് അവൻ പറയുന്നുണ്ട്. ഞാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞ് പിന്നെ ഇമോൻഷി അടിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു നിന്ന സിയയ്ക്ക് കാര്യം മനസ്സിലായിട്ട് ലൂവിനോട് പറയും എങ്ങനെയെങ്കിലും മാസ്റ്ററിനെ രക്ഷിക്കാൻ. അപ്പോൾ നേരെ ലൂ പറയുന്നുണ്ട് ഇമോൻഷി നിന്റെ ഭാവം കണ്ടിട്ട് നീ അവനെ അടിക്കാനല്ല നോക്കുന്നത്, അവനെ കൊല്ലാനാണ് നോക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇത് നിർത്തിയിട്ട് പോകാൻ ലൂ പറയുന്നു. അതുപോലെ നിങ്ങൾ വലിയ നല്ലവനൊന്നും കളിക്കാൻ നിൽക്കേണ്ട. കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങൾ എൻ്റെ രക്തം എടുത്തിട്ട് ആ ഇമോർട്ടിക്ലാനുള്ളവർക്ക് കൊടുത്തതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ ആകെ വയലൻ്റ് ആയിട്ട് നേരെ നമ്മുടെ ലീസനെ കൊല്ലാൻ പോകുന്നു. അപ്പോൾ അവൻ്റെ ഉള്ളിൽ ദുഷ്ടശക്തി ആഞ്ഞടിച്ച് ഇമോൻഷിയെ മറ്റുള്ളവരെ എല്ലാവരെയും അടിച്ച് നിലംപരിശാക്കിയിട്ട് ഇവനെ എന്താ ചെയ്യണതെന്ന് സീക്കിക്കുമ്പോൾ അവനെ കൊന്നു കളഞ്ഞിക്കാൻ പറയുന്നു. അല്ലേ വേണ്ട, അവനെ പാതാളരെ ബന്ധിച്ചിടാൻ പറയുന്നു. അങ്ങനെ അവർ പാതാളരെ ഇമോൻഷിയെ ബന്ധിക്കുന്നു. അപ്പോൾ ഇമോൻഷി പറയാ ഒരിക്കൽ നീ അനുഭവിക്കും, അതുപോലെ നീ അവൻ്റെ പുറകെ നടക്കുന്ന വെറും വാലാട്ടി എന്ന് പറയുന്നു. അങ്ങനെ ഇമോൻഷിയെ വിട്ട് നമ്മുടെ ലൂനെ കാണിക്കാൻ മാസ്റ്റർ നിങ്ങൾക്ക് ഞങ്ങൾ ട്വിൻസ് ആണെന്ന് അറിയുമെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം, പിന്നെ എന്തിനു ഹെൽപ്പ് ചെയ്തേ, എൻ്റെ മനസ്സ് പറഞ്ഞിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്തതെന്ന് കാണിക്കുന്നു. അതേസമയം സോറ ഈഗിളിനെ കാണാൻ വന്നിരിക്കുകയാണ്. അല്ല, നമ്മുടെ 2 പേരുടെ ആഗ്രഹം ക്യാൻഷിനെ കൊല്ലണമെന്നല്ലേ, പക്ഷെ നീ ഇനി സിയെ ഒന്നും ചെയ്യല്ലേ, അവളെ വെറുതെ വിടണമെന്ന് ചോദിക്കുമ്പോൾ ഏത് സിയെന്ന് ചോദിക്കുമ്പോൾ എത്ര സിയ ഉണ്ട്, 2 സിയ ഉണ്ടെന്ന് പറയുമ്പോഴാണ് ഈഗിളിനൊരു കാര്യം മനസ്സിലാവുന്നത്. പകലെന്താ അവൾ പേടിച്ചിരിക്കുന്നതും രാത്രി എന്താ അവൾ ധൈര്യമായിട്ടിരിക്കുന്നതെന്നും. ഈ കാര്യം മനസ്സിലായ ഈഗിൾ പറയും എന്തായാലും സിയെ വെറുതെ വിടണം. അതുപോലെ തന്നെ നമ്മുടെ എതിരാളി ക്യാൻഷനല്ലേ, അവനെ എങ്ങനെ നീ കൊല്ലാൻ പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഒരു പൗർണമിയുണ്ട്, അന്ന് അവൻ്റെ രക്തം എനിക്ക് വേണം, അതവനോട് ഞാൻ ചോദിക്കും, അവൻ തന്നില്ലെങ്കിൽ ഞാൻ ഈ വാളുപയോഗിച്ച് അവനെ കുത്തിക്കൊല്ലും, എന്നിട്ട് അവൻ്റെ ചോര എടുക്കും. നീ ആ വാളിതാ, ഞാൻ അതിലൊരു മന്ത്രം ചെയ്തു തരാം. ഞാൻ വാള് തരത്തില്ലെന്ന് സോറ പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് അത് വേറൊന്നും ചെയ്യാൻ പോകുന്നില്ല, ഞാനൊരു മന്ത്രം മാത്രം ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞ് അവനത് മേടിക്കുന്നു. അതേസമയം ലൂനെയാണ് കാണിക്കുന്നത്. സിയ ചോദിക്കും എന്താ പറ്റിയത്, മാസ്റ്ററിന് ഇപ്പോൾ എങ്ങനെയോട് നോക്കുമ്പോൾ അവനിപ്പോൾ കുഴപ്പമില്ല, ഭേദമായി വരുന്നെന്ന് പറയുമ്പോൾ അവനെന്തായാലും നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിന്നെക്കുറിച്ച് ഓർത്തിട്ടാണ് അവൻ എന്നും നിന്നോട് പറയാതിരുന്നത്, അല്ലേ പിന്നെ സത്യം അറിഞ്ഞാൽ അവൻ നിന്നോട് ദേഷ്യപ്പെടേണ്ടതല്ലായിരുന്നോ. അവൻ എന്നോട് പ്രത്യേകിച്ചൊന്നുമില്ല, അവൻ ഓൾറെഡി അറിയാമെന്ന് അവൻ പറഞ്ഞേന്ന്.
അങ്ങനെയൊന്നുമല്ല, അവൻ എന്തായാലും നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ അവൻ എത്രത്തോളം നിന്നെ ഇഷ്ടപ്പെടുന്നു അതുപോലെ നീ അവനെ തിരിച്ച് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് സിയ പറയുന്നു. നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ഇനി ഒരിക്കലും ഒരു മനുഷ്യനെ വിശ്വസിക്കത്തുമില്ല, സ്നേഹിക്കത്തുമില്ല. കാരണം ഞാൻ വിശ്വസിച്ചിരുന്ന ഒരാളാണ് എന്നെ ചതിച്ചത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇനി ആരെയും വിശ്വസിക്കില്ലെന്ന് പറയുന്നു. അപ്പോൾ സിയ പറയുന്നുണ്ട്, അവനെന്തായാലും നിന്നെ അത്രമേ ഇഷ്ടമാണ്, നീ ഒന്നും മിണ്ടാതെ പോയേ, എനിക്ക് ഉറക്കം വരുന്ന മഞ്ഞ് ലൂ പോകുന്നു. പിന്നെ കാണിക്കുന്നത് സീക്കയാണ്. സീക്ക മാസ്റ്ററിനോട് പറയും, നാളെ സോറോ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, എല്ലാവരും അതിന് പോവാന്ന്. ശരി, അതുപോലെ നീ ഇനി മുതൽ എൻ്റെ അരമനയ്ക്ക് കാവല് നിൽക്കേണ്ടെന്ന് അവൻ പറഞ്ഞിട്ട് മായക്കണ്ണാടി എടുത്തിട്ട് വരാൻ പറയുന്നു. അതനുസരിച്ച് സീക്കയും മായക്കണ്ണാടി ആദാവിനോട് എടുത്തിട്ട് എല്ലാം പറയുന്നു. ആദാവ് അതും എടുത്തുകൊണ്ട് നേരെ അവൻ്റെ റൂമിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലീസൺ പറയാണ്, ഇനി മുതൽ നീയില്ലേ എൻ്റെ കറുത്ത കാവൽപ്പടയുടെ മെയിൻ തലവനായിട്ട് ക്യാപ്റ്റനായിട്ട് ഇരുന്നാൽ മതി, സീക്കി അവിടെ നിന്ന് മാറ്റിയെന്ന്. അങ്ങനെ ലീസൺ സീമറാനോട് അതിൽ കൂടി സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് അവൻ പറയാണ്, നാളെ സോറോ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. സിയ അവിടെ മിങ്ഷുവിന്റെ ശരീരം കണ്ടെന്നാ പറഞ്ഞ്. എനിക്ക് തോന്നുന്നു സോറോ അവനെ തിരിച്ചു കൊണ്ടുവരാനാന്ന്. കാരണം സിയ പറഞ്ഞിരുന്നു അവളുടെ അച്ഛനെ കൊന്ന കാര്യവും പിന്നെ അവളുടെ രക്തം എടുക്കാൻ ശ്രമിച്ചത്. ഇനി ക്യൂൻ ഫാമിലി ഒരാളുള്ളത് ക്യാൻഷ്യനാണ്. അവന്റെ രക്തം കൊണ്ട് മാത്രമേ ഇനിയും മിൻഷുവിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്നോടൊന്ന് കരുതിയിരിക്കാൻ പറയണമെന്ന്. ഞാൻ എന്തായാലും അവനെ അറിയിക്കാമെന്ന് സീമാറാനും പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ പറയുന്ന കേട്ടില്ലെങ്കിൽ എന്നോട് പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യിക്കാന്ന് അവൻ പറയുന്നു. അതേസമയം ഈഗിളാണെങ്കിൽ ഒരു ദൂത് കാക്ക വഴി അവളുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു. എന്നിട്ട് പറയാം, ലീസിനെ കൊണ്ട് ഒരിക്കലും നിന്നെ നോക്കാൻ കഴിയില്ല, നീ എൻ്റെ അടുത്ത് ദേവതെ, നിന്നെ ഞാൻ നല്ല പോലെ നോക്കാന്ന് പറയുന്നു. അങ്ങനെ ഈ എഴുത്ത് വായിക്കുന്ന ലീസന് ദേഷ്യം അടക്കാൻ വയ്യാതെ ആ പറവേനെ കൊന്നിട്ട് ആദവനോട് പറയും അതെടുത്ത് സൂപ്പ് വെക്കാൻ. സിയെ നോക്കി പേടിപ്പിക്കുകയാണ് ലീസൺ. അപ്പോൾ അവൾ പറയാം, മാസ്റ്റർ ഞാനൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ ചേച്ചിയാണ് ഇതെല്ലാം ചെയ്തത്, അവളുടെ പരിപാടിയാണെന്ന് അവൾ പറയുന്നു. അവിടെ നിന്ന് പോകുന്ന ലീസൺ നേരെ വരുമ്പോൾ, നീ എവിടെ പോയതാന്ന് സീമറാൻ ചോദിക്കുന്നു. ഞാൻ ഒരു പറവയെ കൊന്നതാന്ന് അവനും പറയുന്നുണ്ട്. അതേസമയം ലൂ ലീസന്റെ അടുത്ത് വരുമ്പോൾ, ഇവൻ ശരിക്കും ഡീമന്റെ ഒക്കെ മോനാണോ? ഏത് നേരം പഠിച്ചോണ്ടിരിക്കുക, ഇവനൊന്നും അറിയത്തില്ല എന്ന് ചോദിച്ചാൽ അവൾ നേരെ വരുന്നതും കാല് വഴുതി നമ്മുടെ ലീസനെ ഒരു കിസ് കൊടുക്കുന്നുണ്ട്. ആ കിസ് വരുമ്പോൾ രണ്ടുപേരും അമ്പരം നിൽക്കുക. അങ്ങനെ അവൾ തിരിഞ്ഞ്, അയ്യോ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞ് അവൾ ഓടി. എന്താ മാസ്റ്റർ നിങ്ങളുടെ മുഖം ആകെ ചുവന്നിരിക്കുന്നുണ്ടല്ലോ എന്ന് ആദാവ് പറയുമ്പോൾ, അത് പിന്നെ ഇവിടെ ചൂടല്ലേ, ചൂട് കാരണം ചുവന്നിരിക്കുന്നതെന്ന് അവനും പറയുന്നു. ആ ശരി എന്ന് പറഞ്ഞ് പോകുമ്പോൾ അവൻ അതോർത്ത് ചിരിക്കുകയാണ് ഇരുന്ന്. അയ്യോ ഞാൻ എന്ത് ചെയ്ത്? അവന് മനസ്സിലായി കാണോ? മനസ്സിലായി കാണില്ല, എന്തായാലും പോയി, അവൻ എന്തായാലും കിസ് ചെയ്തു എന്നും പറഞ്ഞ് ലൂ അവിടെ കിടന്ന് കരയാണ്. അപ്പോഴാണ് ആദാവ് മീറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞു വരുന്നത് ലൂ കേൾക്കുന്നത്. ഇത് കേൾക്കുന്ന ലൂ അപ്പോൾ തന്നെ ഓടിപ്പോയി സിയയോട് ഈ വിവരം പറയുന്നുണ്ട്. അവൾ എന്തായാലും ഈ മീറ്റിംഗ് വെച്ചേക്കുന്നത് ആ മിൻഷുവിനെ തിരിച്ചു കൊണ്ടുവരാൻ, അതിന് ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ലൂ പോകാൻ വരുമ്പോൾ, നീ നിൽക്ക്, എന്തായാലും ഇതിന് എന്റെ വെല്ലിച്ചൻ അതിന് സമ്മതിക്കത്തില്ല, സമ്മതിച്ചാലേ ഇല്ലേ അവന്റെ രക്തം എടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്, അതിന് ഒരിക്കലും അനുവദിക്കില്ലെന്ന് ലൂ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ പോയി അത് തടയാന്ന് സിയ പറയുന്നു. ആര് തടയാന്ന്? നീയോ? നീ എന്തായാലും തടയാൻ പോകുന്നില്ല, അതിലും ഭേദം നിന്റെ വെല്ലിച്ചൻ തന്നെയാണ്, അവൻ എങ്ങനെയെങ്കിലും തന്നെ രക്ഷപ്പെട്ടോളും, നീ അങ്ങോട്ട് പോകണ്ടെന്ന് അവള് കളിയാക്കുന്നു. ലീസൺ നിന്നെ തനിയെ വിടുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഒന്നുമില്ലേലും ആ ടെലിപ്പോർട്ട് പവറെങ്കിലും നിനക്കറിയാമെന്ന് ഞാനെങ്കിലും നിന്നെ വിട്ടേനെ, ഇതിപ്പോൾ അതറിയാത്ത അവസ്ഥ ഞാൻ എന്ത് ചെയ്യാന്? എന്നാൽ ഞാൻ അത് പഠിക്കാമെന്ന് സിയ പറയുന്നു. അതേസമയം ഈകള് അവൻ്റെ ഭടന്മാരെ വിളിച്ചു വരുത്തിട്ട് പറയും, നിങ്ങളിനി കുറച്ച് നാളത്തേക്ക് തനിയെ പ്രാക്ടീസ് ചെയ്തോ, എനിക്ക് കുറച്ച് പണിയുണ്ട്, എനിക്ക് ഈ വാളിൽ ഒരു മന്ത്രം പരീക്ഷിക്കാനുണ്ട്, ഞാൻ അതിനെ തിരക്കില്ല, അതുകൊണ്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന്. അതേസമയം നമ്മുടെ സിയ ആണെങ്കിൽ ആഞ്ഞു കിടന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ടെലിപ്പോർട്ട് പവർ പഠിക്കാൻ, പക്ഷെ അവളെ കൊണ്ട് ശരിയാവുന്നില്ല. അപ്പോൾ ലൂ പറയുന്നുണ്ട്, നിന്റെ മൈൻഡ് ഫ്രഷ് ആക്കി വെച്ചിട്ട് നിന്റെ ഗോള് മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നീ പരിശ്രമിക്കുക, അപ്പോൾ ശരിയാവുമെന്ന്. അതേസമയം ലൂ ആണെങ്കിൽ ലീസൺ പറഞ്ഞത് ചിന്തിക്കുന്നു. ഇതോർത്ത് ലൂ ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് സിയ ചോദിക്കുന്നത്, എന്താ നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ല എന്ന് പറയുമ്പോൾ, കുട്ടിപ്പിശാതെ നീ പോയി ആദ്യം പഠിക്കാൻ നോക്ക്, വന്ന് അവള് വരെ കളിയാക്കുന്നു. അതേസമയം കുവാങ് അവിടെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾ അവിടെ വന്നിട്ട്, എനിക്ക് ഈ 9 സൈക്കിൾ എന്ന് പറഞ്ഞാൽ മരുന്ന് തരാമോന്ന് ചോദിക്കുന്നത്. ഒന്നെടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നല്ല അത് ഫുൾ എടുത്തിട്ട് പോക്ക, ഇനി 3 ദിവസത്തേക്ക് എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നേക്കില്ലെന്ന് പറയുന്നു. എന്നാൽ ശരി, വളരെ ഉപകാരമെന്ന് പറഞ്ഞ് അവൾ പോകുമ്പോഴാണ് അവനൊരു കാര്യം ആലോചിക്കുന്നത്. മരുന്ന് ഒറ്റയടിക്ക് കഴിക്കാതെ തനിയെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണവും ഫലവും കൂടുതലാണെന്ന് മനസ്സിലാക്കിയ ക്വാങ് അതിനെക്കുറിച്ച് ഒരു എഴുതിയിട്ട് അപ്പോൾ തന്നെ അത് സൂസൻ ക്ലാനിലോട്ട് കൊടുത്തുവിടാൻ വേണ്ടി അൻസിയുടെ കൊടുത്തയക്കുന്നു. പിന്നെ കാണിക്കുന്നത് സീമാറാനെയാണ്. സീമാറാൻ നേരെ കാൻഷ്യനെ കാണാൻ വന്നിരിക്കുകയാണ്. എന്നിട്ട് അവനോട് പറയാണ്, നാളെ സോറോ വെച്ചേക്കുന്ന മീറ്റിംഗിൽ നീ പങ്കെടുക്കരുത്, എന്നോട് ലീസനാണ് ഇത് പറഞ്ഞു വിറ്റേന്ന് ചോദിക്കുമ്പോൾ, അവനെന്നെ കുറിച്ച് ഇത്രയും കരുതലൊക്കെ ഉണ്ടോ? അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്, സോറോ തങ്കദേവത്തെ തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അന്ന് ലൂ കാരണമാണല്ലോ തങ്കദേവം
ആദ്യത്തെ നിദ്രയിലായി പോയത്. അതുകൊണ്ട് അവന് എണീക്കാനും കഴിഞ്ഞില്ല. ഈ ശാപം ഉള്ളതുകൊണ്ട് തന്നെ ക്യൂൻ കുടുംബത്തിലെ രക്തം കൊണ്ട് അവനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ടാണ് സോറോ ഇതിനു മുമ്പ് സിയയുടെ രക്തം എടുത്തതും കാനലിൻ്റെ അച്ഛൻ്റെയും പിന്നെ കാനലിൻ്റെയും ഒക്കെ രക്തം എടുത്തത് അടുത്ത നിൻ്റെയാണ്. അതിനുവേണ്ടിയാണ് അവൾ ഈ മീറ്റിംഗ് വെച്ചേക്കുന്നത്. അല്ല കൂട്ടുകാരാ, നീ ഇനി എന്തു ചെയ്യും അവിടെ പോയാൽ തന്നെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തായാലും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കും. അതേസമയം സോറോ അവനെ നല്ല വഴി കൂടെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നെങ്കിൽ ഞാൻ അവളെ സഹായിക്കും. പകരം അവൾ ഒരാളെ കൊന്നിട്ട് അവനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ലെന്ന് കാൻഷ്യൻ പറയുന്നു. എന്നാൽ ശരി, ഞാൻ പോവാ കൂട്ടുകാരെ, ജിന്നിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ ആദാവിനോട് പറയുന്നു. പിന്നെ കാണിക്കുന്നത് സൂസൻ ക്ലാൻ ആണ്. അവിടെ ആണെങ്കിൽ ഒരു പുതിയ തരം മരുന്നിനെ കാണിക്കുന്നുണ്ട്. ഇതൊരു ചെടിയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. 30 വർഷം കൂടുമ്പോൾ മാത്രമേ ഇതുണ്ടാകത്തുള്ളൂ. ഇതുകൊണ്ട് എല്ലാ മുറിവുകളും എല്ലാ അസുഖങ്ങളും ഭേദമാക്കാൻ കഴിയും. ഇത് എത്രയും പെട്ടെന്ന് ഈവിൽ ക്ലാനിലോട്ട് ആക്കിയിട്ടെന്ന് ചോദിക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞ് അയച്ചാൽ മതി എന്ന് അയാൾ പറയുന്നു. പിന്നെ കാണിക്കുന്നത് ലൂവിനെയാണ്. കൂവാങ് ഇത് മുഴുവൻ നിനക്ക് തന്നെന്നോ? അവനങ്ങനെ തരാറില്ലല്ലോ. അവൻ ആർക്കും അങ്ങനെ ഉപകാരം ചെയ്യുന്നവനൊന്നും അല്ലല്ലോ. അത് പിന്നെ അവനെന്തോ ധൃതിയിൽ എഴുതിക്കൊണ്ടിരുന്നുകൊണ്ട് എന്നോട് ഇത് മൊത്തം എടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. വെറുതെ അല്ല, കുറെ നാളായിട്ട് അവനും ജുവാങ്ങും തമ്മിലുള്ള മത്സരം തുടങ്ങിയിട്ട് അതിൻ്റെ ധൃതിയിലായിരിക്കും എന്നവളും പറയുന്നു. അല്ല, ഈ കൂവങ്ങനെ കണ്ട ഒരു പാവമാണല്ലോ, പിന്നെ ഇവനെങ്ങനെ ഈ ഈവിൽ ക്ലാനിൽ വന്നത്? അവനെ കാഴ്ച മാത്രമേ ഉള്ളൂ പാവം, അവൻ അത്ര പാവമൊന്നും അല്ലെന്ന് ലൂവും പറയുന്നുണ്ട്. ആ പെണ്ണല്ലാതെ ബാക്കി എല്ലാവരെയും അവൻ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആരെന്ന് ചോദിക്കുമ്പോൾ ഈ മോട്ട ക്ലാനിൽ നിന്ന് പെണ്ണുങ്ങളുള്ള ഒരു സ്ഥലമില്ലേ, അവിടെ മറയെന്ന് പറഞ്ഞ ഒരാളില്ലായിരുന്നു, അവളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവരുടെ വിധി അനുസരിച്ച് അവർ ഒരിക്കലും പ്രേമിക്കരുത്. ശരിക്കും അത് സത്യമാണെന്ന് തോന്നുന്നു. ഒരു ദിവസം അവിടെ എന്തോ നടന്നു. അതിനുശേഷം എന്താ നടന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. നീ എന്തായാലും ഇപ്പോൾ നിന്റെ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നു. മനുഷ്യൻ എന്തായാലും മീറ്റിങ്ങിൽ പങ്കെടുക്കുമെന്ന് പറയുമ്പോൾ ലീസൺ എത്രയും പെട്ടെന്ന് ലിന്നിനെ വിളിച്ചു വരുത്താൻ പറയുന്നു. ലിൻ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ലൂവിൻ്റെ 4ാമത്തെ പടയാളിയായ കിഴക്കുമലയുടെ മെയിൻ ലീഡറാണ്. അതേസമയം അറിയിപ്പ് അനുസരിച്ച് അവൾ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡാ തടിയ, നിന്നോട് എത്ര നേരമായി, നമുക്ക് എത്രയും പെട്ടെന്ന് പോകണ്ടേ, നീ എന്താ ഇത്ര സ്ലോ എന്ന് ചോദിക്കുമ്പോൾ മാസ്റ്റർ നാളെ 7 മണിക്കാണ് മീറ്റിംഗ്, എന്തിനാ നമ്മൾ ഇപ്പോഴേ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും എന്നെ മാസ്റ്റർ വിളിച്ചതാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ പോയേ മതിയാവുമെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകാൻ തയ്യാറാവുന്നു. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് വരുന്നവരേക്കും ബൈ.